ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ആനന്ദരൂപ ഭഗവന്നൈ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തവ്രജൈരിവ ഖനാകണമണ്ഡലൈർദ്യാം ആവൃണ്ണതി വിരുരുചേ കില വർഷവേല. പദം ആനന്ദരൂപ ഭഗവൻ ഐ തേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവത് അംഗ നിരീയമാണൈ കാന്തേ വ്രജൈ ഇവ ഖനാഖനമണ്ഡലൈഃ ദ്യാം ആവൃണ്ണതി വിരുരുചേ കില വർഷവേല. അർത്ഥം: ആനന്ദസ്വരൂപനായ ഭഗവൻ അങ്ങയുടെ തിരു അവതാരം സമയം അടുത്തപ്പോൾ പ്രകാശോജ്വലമായ ആ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രഭാപടലങ്ങൾ പോലെ കാർമുകിൽ മാലകൾ ആകാശത്തെ മറച്ചിരുന്നു. ഇങ്ങനെ മനോഹരമായ വർഷത്തുവിൻ്റെ ലീലാവിലാസം അങ്ങയുടെ അവതാരത്തിൻ്റെ പൂർവ്വരൂപമായി കാണപ്പെട്ടു. ശ്ലോകം 2. ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിദാപ്തി വിവശേഷു ജസഞ്ജനേഷു നൈഷാകരോദയവിധോ നിശിമധ്യമായ ക്ലേശാവഹസ്ത്രിജഗതാം ത്വമിഹാ വിരാസീ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. പദം ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിത ആപ്തി വിവശേഷു ച സജ്ജനേഷു നൈഷാകര ഉദയവിധൗ നിശി മധ്യമായ ക്ലേശ അപഹ ത്രിജഗതാം ത്വം ഇഹ ആവിരാസീഃ. അർത്ഥം: വർഷബിന്ദുക്കൾ ദിക്കുകളെ താപത്തിൽ നിന്നും മുക്തമാക്കി തണുപ്പിക്കുകയും സത്തുക്കൾ തങ്ങളുടെ ആഗ്രഹ സാഫല്യമുണ്ടാകുന്നതറിഞ്ഞ് ആഹ്ലാദ വിഹ്വലരായി തീരുകയും അഷ്ടമി ദിനത്തിലെ അർദ്ധരാത്രിയിൽ ചന്ദ്രബിംബം ഉദിച്ചു പൊന്തുകയും ചെയ്തപ്പോൾ ത്രിലോക താപഹരനായ അങ്ങ് പൂജാതനായി. ശ്ലോകം 3. ബാല്യസ്പൃശാപി വപുഷാദിദുഷാ വിഭൂതിർ ഉദ്യത്കിരീടകടകാംഗദഹാരഭാസാ ശങ്കാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതിഗേഹേ. പദം ബാല്യസ്പൃശ അപി വപുഷ ദിദുഷ വിഭൂതൈ ഉദ്യത് കിരീട കടക അങ്കദ ഹാരഭാസ ശംഖ അരി വാരിജ ഗദാ പരിഭാസിതേന മേഘ അസിതേന പരിലേസിത സൂതി ഗേഹേ. അർത്ഥം: ശിശുരൂപത്തിലായിരുന്നുവെങ്കിലും അങ്ങ് ഈശ്വര ചൈതന്യവും ഐശ്വര്യ അംശങ്ങളും ധരിച്ചിരുന്നു. കിരീടം, കടകം, തോൾവള, രത്നഹാരം, പാഞ്ചജന്യം, സുദർശനം, പത്മം, കൗമോദകി എന്നിവയുടെ പ്രകാശത്തോടുകൂടി മേഘം പോലെ ശ്യാമളവർണ്ണനായ അങ്ങ് സൂതിഗ്രഹത്തിൽ ശോഭിച്ചു. ശ്ലോകം 4. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ കലഹംസകൃതാമലക്ഷ്മീ ഉന്മാർജയന്നിവ വിരേചിത വാസുദേവ. പദം വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദ അക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈഃ തത് മന്ദിരസ്യ കലകംസകൃതാം
അലക്ഷ്മി ഉന്മാർജയൻ ഇവ വിരേചിത വാസുദേവ. അർത്ഥം: കംസന്റെ ദുഷ്കൃത്യങ്ങൾ മൂലം അശ്രീ വിഹരിച്ചിരുന്ന ആ സൂതികാലയത്തിൽ ശയിച്ചിരുന്ന അങ്ങയുടെ മാറിടത്തിൽ മോദപൂർവം ഒളിച്ചിരുന്ന ശ്രീദേവിയുടെ വൃഗിളാവിവശമായ കടാക്ഷവീക്ഷണങ്ങൾ ആ അശ്രീയെ പരാജിതയാക്കി. ശ്ലോകം 5. ശൗര്യസ്തുധീരമുനിമണ്ഡലചേതസോऽപി ദൂരസ്ഥിതം വപുരിദീക്ഷ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളകോദ്ഗമഗദ്ഗദാർദ്ര തുഷ്ടാവദൃഷ്ടിമകരന്ധരസംഭവന്തം. പദം: ശൗരി തൂ ധീര മുനി മണ്ഡലചേതസഃ അപി ദൂരസ്ഥിതം വപുഃ ഉദീക്ഷ്യ നിജ ഈക്ഷണാഭ്യാം ആനന്ദബാഷ്പുളക ഉദ്ഗമ ഗദ്ഗദ ആദ്രഃ തുഷ്ടാവദൃഷ്ടി മകരന്ദ രസം ഭവന്തം. അർത്ഥം: ധീരന്മാരായ താപസവര്യന്മാർ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിട്ടും പ്രത്യക്ഷരൂപത്തിൽ ദർശിക്കാൻ കഴിയാത്ത അങ്ങയുടെ ദിവ്യ ശരീരം തൻ്റെ മാംസചക്ഷുസുകൾക്ക് ഗോചരമായതറിഞ്ഞ് വസുദേവൻ ആനന്ദബാഷ്പം പൊഴിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം തരളിതമാകുകയും കണ്ഠം നിരുദ്ധമാകുകയും ചെയ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.